പ്രൈസ് ലോർഡ്. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് എന്നിലൂടെ ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. 2015-16 സമയത്താണ് എന്നെ ഒരു ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി അവർ വിളിച്ചു. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറേ ദൂരമുണ്ട്, ഒരു ഇടവഴിയുണ്ട്, കാട് പോലുള്ള സ്ഥലം. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് ആ വീടിൻ്റെ അടുത്ത് എത്താറായി, ഉള്ളിൽ പോയി. പക്ഷേ വീട് അവിടെ അടുത്താണെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് വീട് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഇനി മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ വഴി അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഞാനങ്ങ് ഉള്ളിൽ കയറി കഴിഞ്ഞു. അവിടെ ഇനി ഒന്നും നോക്കണ്ട, തിരികെ പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? തിരിച്ചു നടക്കാനായി ഞാൻ കാലെടുത്ത് പൊക്കുമ്പോൾ എൻ്റെ കാലുകൾ പൊങ്ങുന്നില്ല. നമ്മളൊരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതുപോലെ എൻ്റെ കാല് നിലത്തുറച്ചിരിക്കുകയാണ്. എനിക്ക് തിരികെ പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതെന്തൊരു കഷ്ടമാണ്. തിരികെ പോകാനും എനിക്ക് എൻ്റെ മനസ്സാഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ ശരീരം അനങ്ങുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? ആ സമയത്ത് ഇടത് ഭാഗത്തുനിന്ന് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച മാതാവിൻ്റെ ശബ്ദത്തിൽ ഒരു വിളി ഞാൻ കേൾക്കുകയാണ്. മോളെ, ഇതാണ് വഴി, ഇതിലേ കയറി വാ. മോളെ, ഇതാണ് വഴി, ഇതിലേ കയറി വാ. ഇങ്ങനെ 3 പ്രാവശ്യം ഞാൻ ശബ്ദം കേട്ടു. അപ്പോൾ തിരിച്ച് ഞാൻ പറയാണ്, ഞാൻ എന്താ വരുന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വഴിയെ പിന്നെ നടന്നപ്പോൾ എനിക്ക് നടക്കാൻ കഴിഞ്ഞു. ആ വഴിയെ കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു വീട്. ഞാൻ അപ്പോൾ ആ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, ഇത് ഇന്ന ആളുടെ വീടാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, മോളെ, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വീട്ടിൽ അമ്മ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അമ്മയാണോ എന്നെ വിളിച്ചത് വഴിയിൽ വന്നതെന്ന്? അമ്മ വിളിച്ചത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റിയത്, അല്ലെങ്കിൽ വഴി തെറ്റിയിട്ട് ഞാൻ തിരികെ പോകാനായിട്ട് ഒരുങ്ങിയതാണ്. ഒരിക്കലും എനിക്ക് ഭവനത്തിൽ ഒന്ന് എത്താൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ അത്ഭുതത്തോടെ എന്നോട് ചോദിക്കുകയാണ്, മോളെ, ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ, മോൾ എങ്ങനെ ഇനി കയറി വന്നു? ആരിത്ര വ്യക്തമായിട്ട് എൻ്റെ വീട്ടിൽ വരെയുള്ള വഴി പറഞ്ഞു തന്നു? അപ്പോൾ ഞാൻ പറഞ്ഞ്, അമ്മയല്ലേ എൻ്റെ അടുത്ത് മോളെ ഇതാണ് വഴി, ഇതിലേ വാ, മോളെ ഇതാണ് വഴി, ഇതിലേ വാ എന്ന് വിളിച്ച്. അത് അമ്മയുടെ ശബ്ദമായിരുന്നു. അപ്പോഴേക്കും അമ്മയാണ് വിളിച്ചതെന്ന് ഞാൻ വിചാരിച്ച്, അങ്ങനെ മറ്റാരെങ്കിലും ആയിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, വേറെ ആരും വിളിച്ചില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ കർത്താവാണ് വിളിച്ചത്, വഴി ഇതാകുന്നു എന്ന്. ഞാൻ അത്ഭുതപ്പെട്ട്, ദൈവം ഈ കുടുംബത്തെ ഇത്രയധികം സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. മനുഷ്യർ പറയും കൊലപാതകിയാണ്, അവൻ പാപം ചെയ്തവനാണ്, അവനോട് ക്ഷമിക്കരുതെന്ന്, അവനെ കല്ലെറിയണമെന്നൊക്കെ പറയും. എന്നാൽ ഓരോ മനുഷ്യൻ ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട കാരണം വരെ മനസ്സിലാക്കുന്ന സർവശക്തനായ ദൈവം അവരോട് മനസ്സലിയും കരുണ കാണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ വഴി ഒന്ന് തെറ്റിപ്പോയാൽ എന്നെ ഉത്തരവാദിത്വത്തോടെ വിളിച്ചിറക്കി എൻ്റെ കർത്താവ് പറയും, മോളെ, ഇതാണ് വഴി, ഇതിലേ വരിക എന്ന്. ഇതുപോലെ എത്ര സന്ദർഭങ്ങളിൽ എത്ര സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകാൻ വഴിയറിയാതെ നിന്ന് ഭാരപ്പെട്ട് അപ്പാന്ന് വിളിക്കുമ്പോൾ ഞാൻ അപ്പാന്ന് വിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് മോളേന്ന് വിളിച്ചെനിക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതോർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെയാണ് ഒരിക്കൽ ഞാൻ ശുശ്രൂഷയ്ക്കുവാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുമ്പോൾ രാവിലെ വീടിൻ്റെ മുറ്റത്തിരുന്നൊരു കാക്ക വിളിയോട് വിളി. അപ്പം ഞാൻ ഓർത്ത്, എന്തുകൊണ്ടാണ് ഈ കാക്ക ഇങ്ങനെ കിടന്ന് അലമുറയിട്ട് വിളിക്കുന്നത്? ഞാൻ ഈ ഫുഡൊന്നും വാരി ഇങ്ങനെ പരിസരത്ത് വാരി ഇടാത്ത സ്വഭാവമാണ്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പേ ഒന്നും ഭക്ഷണമൊന്നുമില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ കാക്ക ഇങ്ങനെ കിടന്ന് വിളിച്ച് ഈ കൂടെ ഉള്ളവരെ കൂട്ടുന്നതെന്നോർത്തൊക്കെ ഞാൻ ഭാരപ്പെട്ട് ഒടുവിൽ ഞാൻ ചെന്ന് കാക്കയുടെ ശബ്ദം ശല്യ സഹിക്കാൻ വയ്യാതെ പോയി നോക്കുമ്പോൾ ഒരു 100ൻ്റെ നോട്ട് നിലത്ത് വെച്ചിട്ടാണ് ഈ കാക്ക ഇരുന്ന് കരയുന്നത്. ഞാൻ ചെന്നതും കാക്ക ഇങ്ങനെ നോട്ടിലേക്കൊന്ന് നോക്കുകയും പറന്നു പോവുകയും ചെയ്തു. ഒരു മനുഷ്യനോട് പറഞ്ഞ് വിശ്വസിക്കത്തില്ല. അന്ന് ആ പൈസ എടുത്തുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. എനിക്ക് ബസ് ഫെയറിന് പൈസ ഇല്ലാതെ ഞാൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ മാത്രമല്ല കാക്കയെ കൊണ്ട് പോറ്റിയ തൻ്റെ ഭക്തന്മാരെ ഓരോരുത്തരെയും പോറ്റുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നിർത്തി. ഇനിയും വരും ദിവസങ്ങളിൽ കർത്താവിനിലൂടെ ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അതുവരെയും നമ്മളെന്നെ ഒരുമിച്ച് കാണുവോളം പരിശുദ്ധാത്മാവ് തൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും നിങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.